ഹലോ ടീം, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോജക്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് കമ്പനികൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ്, നമുക്കറിയാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ ജോബ് ഓപ്പണിങ്സും നമ്മൾ കാണാം അല്ലേ? എന്തുകൊണ്ടാണ് കമ്പനീസ് ഇങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ നോക്കുന്നത്? ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കാനുള്ള കാരണം, ഒരാളെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കാൻഡിഡേറ്റ് നമ്മൾ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അവർ പ്രോപ്പർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡേ 1 മുതൽ ഡെവലപ്മെന്റ് വർക്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും. ചില ആളുകൾ 1 മാസം, ചില ആളുകൾ 2 മാസം, ചില ആളുകൾ 6 മാസത്തോളമായിരിക്കും. കറക്റ്റായിട്ട് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് കിട്ടാനുള്ള ഒരു ടൈം ലൈൻ അതൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം നോക്കി ഇത്ര ആൾക്കാരെ നമ്മളൊരു പ്രോജക്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് ഇത്ര സമയം കൊണ്ട് തീർക്കും എന്നുള്ളതെല്ലാം നമ്മൾ ക്ലയൻറ്റിനോട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. കമ്പനികൾ ക്ലയൻറ്റിനോട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പലപ്പോഴും ഫ്രഷറായിട്ടുള്ള ആൾക്കാർ, എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെ എടുക്കുന്ന സമയത്തുള്ള പ്രോബ്ലം, അവരുണ്ടാവും ടീമിൽ, പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു സംഭവം എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ മാസങ്ങളെടുക്കും. അപ്പോൾ അതോടുകൂടി നമ്മുടെ പ്രോജക്റ്റിൻ്റെ ടൈം ലൈനെല്ലാം തെറ്റും. അതുകൊണ്ടാണ് കമ്പനികൾ എപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രിഫറൻസ് കൊടുക്കാനുള്ള കാരണം. അതേപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചെറിയ ചെറിയ കാര്യത്തിന് അവർ ഗൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. അതേപോലെ അവർക്ക് ഡെവലപ്മെൻറ്റിൻ്റെ പ്രോസസ്സുകൾ അറിയാം, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവർക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് പ്രോജക്റ്റിന് ടൈം ലൈനും കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് കമ്പനികളെല്ലാവരും ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ വേണം എന്നുള്ളത് നോക്കുന്നത്. നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് നേടാൻ പറ്റും? രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, കമ്പനിയിൽ വർക്ക് ചെയ്യാം. ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ 1 വർഷമാണ് അല്ലെങ്കിൽ 2 വർഷമാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും വർഷത്തെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. പല ആളുകളും ഇപ്പം നമ്മൾ ജോലിക്ക് വേണ്ടി നമ്മുടെ ഡെവലപ്മെന്റ് കമ്പനിയിൽ നമ്മൾ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് വർക്ക് ചെയ്ത കമ്പനീസിൽ നമുക്കറിയാൻ പറ്റും, പല ആളുകളും ഫേക്ക് എക്സ്പീരിയൻസ് ലെറ്ററും കൊണ്ടുവരും. അവർക്ക് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന ആ ടെക്നോളജിയിൽ അവർക്ക് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അവർ ഫേക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ലെറ്ററും കൊണ്ടുവരും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്റർവ്യൂ എടുക്കുന്ന ആളുകൾ അവർ നമ്മളതിനേക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഈ എക്സ്പീരിയൻസ് ലെറ്റർ കൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത എക്സ്പീരിയൻസ് വേണം, എന്നാൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് ഉപകാരമുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ജെന്യുവൻ ആയിട്ടുള്ള അപ്രോച്ചാണ് നോക്കേണ്ടത്. പ്രോജക്റ്റ് എക്സ്പീരിയൻസിന് ഇല്ലാതെ ഒരാൾ എക്സ്പീരിയൻസ് ലെറ്റർ മാത്രം കൊണ്ടുവന്നുകൊണ്ട് അവരെന്തായാലും ഇന്റർവ്യൂ ക്ലിയർ ആവില്ല. ഇൻ കേസ് എങ്ങനെയെങ്കിലും ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എല്ലാം മാത്രം പഠിച്ചിട്ട് ഇന്റർവ്യൂ ക്ലിയർ ആയി കഴിഞ്ഞാലും എല്ലാ കമ്പനികളിലും 3 മാസം പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. ഈ 3 മാസത്തിനുള്ളിൽ 1 മാസം കഴിയുമ്പോഴേക്കും ഇവന് പ്രത്യേകിച്ച് അറിയില്ല എന്നുള്ളത് എന്തായാലും മനസ്സിലാവും. അവരെന്തായാലും പറഞ്ഞു വിടും. അപ്പോൾ ഈ ഫേക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയൊന്നും അല്ല ട്രൈ ചെയ്യേണ്ടത്. എല്ലാവരും ട്രൈ ചെയ്യേണ്ടത് ആക്ച്വൽ പ്രോജക്റ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് ആദ്യം ജോലി കിട്ടണം. അത് പക്ഷേ നമ്മളിപ്പം ആൾറെഡി ജോലിക്ക് കയറിയ ആൾക്കാരോടല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ജോലിക്ക് കയറാത്ത ആൾക്കാരോടാണ് അല്ലേ? അപ്പോൾ ജോലിക്ക് കയറാത്ത ആൾക്കാർക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാം? നമുക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ഒരു ഇന്റേൺഷിപ്പിന് വേണ്ടി ഏതെങ്കിലും കമ്പനിയിൽ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോജക്ട്സ് ചെയ്യാം. ഇപ്പോൾ അപ്കോഡിലുള്ള പ്രോജക്റ്റിൽ നിങ്ങൾക്കറിയാം, അപ്കോഡിൽ നമ്മൾ മൾട്ടിപ്പിൾ പ്രോജക്റ്റ് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. സ്വന്തമായിട്ട് അതേപോലെ ലൈവ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യിപ്പിക്കും. അതേപോലെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സപ്പോർട്ടും തരും. ഈ രീതിയിൽ നമ്മൾ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച പ്രോജക്റ്റിൽ ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. നിങ്ങൾ ഫ്രീലാൻസ് വർക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ എക്സ്പീരിയൻസ് ലെറ്റർ കൊണ്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിലും കമ്പനിക്ക് അവർ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആകാൻ പറ്റും. ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനും പറ്റും, കാരണം നിങ്ങൾ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ പ്രോജക്റ്റിൻ്റെ എക്സ്പീരിയൻസിന് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ പ്രോജക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, അല്ലാതെ അതിന് ഷോർട്ട് കട്ട് കണ്ടെത്തുക എന്നുള്ളതല്ല. അതിന് എന്തെങ്കിലും ഫേക്ക് എക്സ്പീരിയൻസ് ലെറ്റർ വേണ്ടി നോക്കുക എന്നല്ല. അതിന് നിങ്ങൾക്ക് ശരിക്കും പ്രോജക്റ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്ത് ബ്ലോക്കാണുള്ളത്? ഒരു ബ്ലോക്കറും ഇല്ല. ഇപ്പം നമുക്ക് AI ടൂൾസും അതിൻ്റെ എല്ലാം സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. AI ടൂൾസിനുള്ള സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. പ്രോജക്റ്റ് എഫേർട്ട് ഇടാൻ റെഡി ആയിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യേണ്ടത് ആക്ച്വലി പ്രോജക്റ്റ് ചെയ്യുക, മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ചെയ്യുക, എന്നിട്ട് അത് ഷോക്കേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അതിന് നിങ്ങൾക്ക് ഒരു പക്ഷേ 2 മാസമോ 3 മാസമോ ചിലപ്പോൾ നിങ്ങൾ ടൈം എടുക്കുന്നുണ്ടാവും. പക്ഷെ അത് നിങ്ങൾക്ക് വെറുത്തായിരിക്കും, കാരണം നിങ്ങൾക്ക് ഇന്റർവ്യൂ ക്ലിയർ ആവാനും അത് കഴിഞ്ഞ് ജോലി ചെയ്യാനുള്ള നിങ്ങൾക്ക് അതിന് ആ ഒരു കോൺഫിഡൻസ് കിട്ടും, പെർഫോം ചെയ്യാൻ പറ്റും. കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഫ്രീലാൻസർ ആവാൻ പറ്റും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയോ അല്ലെങ്കിൽ പ്രോഡക്റ്റോ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഈ പ്രോജക്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വെറുത്താണ്. അപ്പോൾ അതിന് പക്ഷേ ഹാർഡ്